നമ്മൾ ഇന്ന് ഈ ഒരു പ്രസന്റേഷന്റെ ഈ ഒരു 10ാമത്തെ ക്വസ്റ്റ്യനും 11ാമത്തെ ക്വസ്റ്റ്യനുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പുതിയ പ്രസന്റേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ ഒരു സ്ലൈഡിന്റെ പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, റീഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രസന്റേഷൻ എങ്ങനെ PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. നമ്മുടെ മന്ത്ലി എക്സ്പെൻസിനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ എക്സലിലാണ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് എങ്ങനെ നമുക്കൊരു പ്രസന്റേഷൻ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ നമുക്ക് റീഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിന്റ് എടുക്കുക. പവർ പോയിന്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു പവർ പോയിന്റ് കൊടുത്തു, അതിന് ഫസ്റ്റ് ഒരു പേജ് നമ്മൾ കൊടുത്തു. അതിനുശേഷം സെക്കൻഡ് പേജ് നമ്മൾ കൊടുത്തു. അവിടെ നമ്മൾ പല പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഓരോ പോയിന്റ്സിനും ബുള്ളറ്റ് കൊടുക്കണം എന്നുള്ളത്. ബുള്ളറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബുള്ളറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത് വേറെ ഒരു സ്ലൈഡ് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം അവിടെ നമ്മൾ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് നമ്മൾ കൊടുക്കുവാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് സ്ലൈഡ് ഈ ഒരു ഫസ്റ്റ് സ്ലൈഡായിട്ട് നമുക്ക് മാറ്റണം. അപ്പൊ അതിനൊന്നെങ്കിൽ നിങ്ങൾ ഇതിനെ ജസ്റ്റ് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ലൈഡിന്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇതെടുത്തതിന് ശേഷം കട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ കട്ട് എന്നൊരു ഓപ്ഷൻ ചെയ്ത് എവിടെയാണോ നമുക്കത് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് കൊണ്ടുവച്ചതിന് ശേഷം Ctrl+V കൊടുക്കുക, നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് ചെയ്യാനായിട്ട് റീഓർഡർ ദ സ്ലൈഡ്സ് ബൈ മൂവിങ് വൺ സ്ലൈഡ് ടു എ ഡിഫറെന്റ് പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു 10 സ്ലൈഡ്സ് നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ആദ്യം 1 2 3 4 5 6 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം 2 ഈവൻ നമ്പർ സ്ലൈഡ്സ് എല്ലാം ഒരുമിച്ച്, ഓഡ് നമ്പർ സ്ലൈഡ്സ് എല്ലാം താഴെ, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സേവ് ദ പ്രസന്റേഷൻ ആസ് എ പവർ പോയിന്റ് ഫയൽ ആൻഡ് എക്സ്പോർട്ട് ഇറ്റ് ആസ് എ PDF എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ ആദ്യം സേവ് ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പൊസിഷനിൽ കൊണ്ട് നിങ്ങൾ ഇതിനൊരു പേര് കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇതിനെ സേവ് ചെയ്തു. അപ്പൊ ഇത് സേവ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. അതിനുശേഷം ഇതിനെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ സേവ് as PDF എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ തന്നെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഈ പവർ പോയിന്റ് എന്നുള്ള ഓപ്ഷൻ മാറിയിട്ട് ഇവിടെ PDF എന്നൊരു ഓപ്ഷൻ വരും. അപ്പൊ PDF എന്നൊരു ഓപ്ഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം PDF ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ 2 ടാസ്കും ഇന്ന് നിങ്ങൾ ചെയ്യണം. ഇത് നിങ്ങൾ ഫിനിഷ് ആക്കണം. അപ്പം ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു പവർ പോയിന്റ് ഫയൽ എടുക്കുക, ആ പ്രസന്റേഷനെ റീഓർഡർ ചെയ്യുക. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു പ്രസന്റേഷനെ PDF ആക്കി നിങ്ങൾ ചെയ്യുക. ദെൻ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ മന്ത്ലി എക്സ്പെൻസിനെ ടോട്ടൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, സ്പ്രെഡ്ഷീറ്റിന് വരെ നമ്മൾ ഇവിടെ എക്സലിൽ നമ്മൾ ചെയ്യുവാണ്. സ്പ്രെഡ്ഷീറ്റിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോൾ എക്സലിൽ അങ്ങ് ചെയ്യുവാണ്. അപ്പൊ എക്സലിൽ റെന്റ്, ഫുഡ്, ട്രാൻസ്പോർട്ട്, എഡ്യൂക്കേഷൻ, മിസ്ലേനിയസ്, അങ്ങനെ ഓരോന്നും നമ്മുടെ എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വിചാരിക്കും. ഇപ്പൊ നമ്മുടെ റെന്റ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ്, ട്രാൻസ്പോർട്ട്, എന്റർടൈൻമെന്റ്, മിസ്ലേനിയസ്. അപ്പൊ ഫുഡിന്റെ അകത്ത് എത്ര വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടിന്റെ അകത്ത് എത്ര വരുന്നുണ്ട്, എന്റർടൈൻമെന്റിന്റെ അകത്ത്, മിസ്ലേനിയസ് ആയിട്ട് എന്തോരം ചെലവുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് പല പല ചെലവുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ട്. ഇപ്പൊ റെന്റ് ഒരു എമൗണ്ട് കൊടുത്തു, ഫുഡ് എത്ര എമൗണ്ട് കൊടുത്തു, ട്രാൻസ്പോർട്ട് എത്ര എമൗണ്ട് കൊടുത്തു, എന്റർടൈൻമെന്റിന്റെ അകത്ത് ഒരു എമൗണ്ട് കൊടുത്തു, എമൗണ്ട് കൊടുത്തു. അപ്പൊ ഈ ഒരു എക്സ്പെൻസ് ടോട്ടൽ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, ഈസ് ഈക്വൽ ടു കൊടുക്കുക. ദെൻ ഇത് പ്ലസ് സൈൻ കൊടുക്കുക, എന്നെടുക്കുക പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 2 കൊടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് എത്ര എന്നുള്ളത്
കിട്ടും. ദെൻ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിനകത്ത് നിങ്ങൾ ഈക്വൽ ടു കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഈക്വൽ ടു കൊടുത്തില്ലെങ്കിലും ഇവിടെ നമുക്കൊരു ഓട്ടോ സം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓട്ടോ സം എന്നൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും, നമ്മൾ ഈ പ്ലസ് ഒന്നും കൊടുക്കണ്ട. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈക്വൽ ടു കൊടുത്തതിന് ശേഷം സം എന്നൊരു ഓപ്ഷൻ എടുക്കുക, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത്ര ഒരുമിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഒന്നേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് B1 പ്ലസ് B2 പ്ലസ് B3 പ്ലസ് B4 പ്ലസ് B5 ചെയ്യുക, ഇല്ലെങ്കിൽ ഓട്ടോ സം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓട്ടോ സം എന്നുള്ള ഓപ്ഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഈക്വൽ ടു സം എന്നൊരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് ഈ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോന്നിനും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാനിതെടുത്തു. അപ്പം ഈ ടോട്ടലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇത്, അതായത് ഈ ഒരു ടോട്ടലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, ഈ ഒരു ഇത് ഡിവൈഡഡ് ബൈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്, ഈ എക്സ്പെൻസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. B2 ഡിവൈഡഡ് ബൈ ഇവിടെ വരേണ്ടത് B6 ആണ് വരേണ്ടത്, B6 ഇൻറ്റു 100. ഇവിടെ അതേപോലെ തന്നെ ഇപ്പൊ ഇത് നമ്മൾ 2 കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ B6 ആണ് വരേണ്ടത്, അതുകൊണ്ടാണ് അവിടെ വരാതിരുന്നത്. അതുപോലെ ഈ നമ്പർ ഡിവൈഡഡ് ബൈ ഇതാ വരേണ്ടത്, അപ്പം B4 ഡിവൈഡഡ് ബൈ B6 ആണ് വരേണ്ടത്, കൊടുക്കുക B6 ആണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇട്ടത് കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇൻക്രിമെന്റ് ആയിപ്പോയി. അതായത് ഇവിടെ B1 ബൈ B6 ആണെങ്കിൽ അടുത്ത തവണ B2 ബൈ B8 വന്നു, അതുകൊണ്ടാണ്. ഈ ഒരു പൊസിഷൻ മാറ്റി നമ്മൾ വേറെ വല്ലയിടത്തും കൊടുക്കുവാണെങ്കിൽ ഒരു ഇഷ്യൂ വരത്തില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നിനും എത്ര എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്തെന്നുള്ളത് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, അതായത് ആ പ്രസന്റേഷനെ PDF ആക്കുക, എക്സ്പെൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോന്നും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് എക്സൽ വഴി കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചെയ്യുക.